Hi, welcome back. അപ്പോൾ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറയാനുള്ളത്. അപ്പോൾ ബുക്ക് കയ്യിലുണ്ടല്ലോ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച പോലെ ജനിച്ച ഉടനെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇല്ല എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്തുന്നത് വരെയുള്ള കാലയളവിനെ എന്താണ് വിളിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്, പലർക്കും അറിയാം, എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ അറ്റൈൻ ചെയ്യുന്നത് വരെ, അതൊരു ആനിമൽ ആണെങ്കിൽ നമ്മൾ അതിനെ ജുവനൈൽ ഫേസ് എന്ന് വിളിക്കും. ജുവനൈൽ എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജുവനൈൽ ഹോം എന്ന് കേട്ടിട്ടുണ്ടല്ലേ? അതിൻ്റെ പേരൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടോ, അത് വേറെ വിഷയം, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ജുവനൈൽ എന്നുള്ളത് ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ, അതായത് മെച്ചുർ ആവുന്നതിന് മുമ്പുള്ള കാലയളവ്. ആനിമൽസിനാണെങ്കിൽ നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയും. അപ്പോൾ പ്ലാന്റ്സിലാണെങ്കിലോ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയും. ഓക്കെ, പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ സുവോളജിയിലും പിന്നെ ചെറിയ ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 3 ഹെഡിങ്സിലായിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 8, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി നമ്മളത് വായിച്ചു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ പറയാം. ഓക്കെ, so sexual reproduction. Sexual reproduction involves formation of the male and female gametes either by the same individual or by the different individuals of the opposite sex. അല്ലേ, ഒന്നുകിൽ സെയിം ഇൻഡിവിജ്വലിൽ നിന്ന് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 ഇൻഡിവിജ്വൽസിൽ നിന്ന് എന്ത് വരാം? ഫീമെയിൽ ആൻഡ് മെയിൽ ഗാമിറ്റ്സ് വരാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മെയിൽ ഗാമിറ്റ് ആൻഡ് ഫീമെയിൽ ഗാമിറ്റ് ഫ്യൂസസ് ടുഗദർ ടു ഫോം എ സൈഗോട്ട്, ദാറ്റ് ഇസ് നോൺ ആസ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ, റൈറ്റ്? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയുന്നത്. These gametes fuse to form the zygote which develops to form the new organism. It is an elaborate, complex and slow process as compared to asexual reproduction. Because of the fusion of male and female gametes, sexual reproduction results in offspring that are not identical to the parents or amongst themselves. Sexual reproduction വഴി ഉണ്ടാകുന്ന ഓഫ്സ്പ്രിംഗ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് ജനറേഷൻ അഥവാ ഓഫ്സ്പ്രിങ് അഥവാ യങ് വൺസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഓഫ്സ്പ്രിങ്സ് തമ്മിലും ഡിഫറൻസ് ഉണ്ടാവാം. പാരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പി ആവണമെന്നും നിർബന്ധമില്ല. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അങ്ങനെയല്ല. നമ്മൾ ക്ലോൺ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വാട്ട് ഇസ് എ ക്ലോൺ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അതൊരു ഡിഫറൻസ് ഉണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. A study of diverse organisms, plants, animals or fungi show that though they differ so greatly in external morphology, internal structure and physiology, when it comes to sexual mode of reproduction, surprisingly they share a similar pattern. ഇനി അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ലോവർ ഓർഗാനിസം ആവട്ടെ അതല്ലെങ്കിൽ ഹയർ ഓർഗാനിസം ആവട്ടെ, അവരൊക്കെ സ്ട്രക്ചറലി ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഫഞ്ചൈ പോലെയല്ല ഒരു വലിയ ആൻജിയോസ്പോം ഇരിക്കുന്നത്, അല്ലേ? പക്ഷെ അവരുടെ മോഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം. ഒരു സിമിലർ പാറ്റേൺ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫോളോ ചെയ്യുന്നത്. Let us first discuss what features are common to these diverse organisms. All organisms have to reach a certain stage of growth and maturity in their life before they can reproduce sexually. That period of growth is called juvenile phase. It is known as vegetative phase in plants. This phase is of variable durations in different organisms. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അനിമൽസിലാണെങ്കിൽ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത് വരെയുള്ള കാലയളവിനെ നമ്മൾ പറയുന്നത് ജുവനൈൽ ഫേസ് എന്നാണ്. പ്ലാന്റ്സിലാണെങ്കിൽ അതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് പറയുക. ഇത് ഓരോ ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ, വാട്ട് ഇസ് ജുവനൈൽ ഫേസ് ആൻഡ് വെജിറ്റേറ്റീവ് ഫേസ് എന്നുള്ളതിൻ്റെ ആൻസർ. The end of juvenile or vegetative phase, which marks the beginning of the reproductive phase, can be seen easily in the higher plants when they come to flower. Angiospermil ആണെങ്കിൽ ഒരു പ്ലാന്റ്
സെക്ഷൽ മെച്യൂരിറ്റി എത്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ പ്ലാന്റ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. കാരണം മുമ്പ് എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പഠിച്ചേ? +1 മോർഫോളജിയിൽ. ഫ്ലവർ ഇസ് ദ റീപ്രൊഡക്റ്റീവ് structure. Flower is the reproductive organ of an angiosperm എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോർഫോളജി ഓഫ് ഫ്ലവറിൽ ഒന്ന് ഓർമ്മിച്ചാൽ മതി. How long does it take for marigold, rice, wheat, coconut, mango plants to come to flower? In some plants where flowering occurs more than once, what would you call the interflowering period, juvenile or mature? അതായത് ഇപ്പോൾ ഒരു ചെണ്ടുമല്ലി പൂവാണെന്ന് വിചാരിക്കും, മാരിഗോൾഡ്. അത് ഒരു വർഷത്തിൽ ത്രൂ ഔട്ട് ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ? ഇല്ല അല്ലേ? ഇനിയിപ്പോൾ ബോൾസം ആണെങ്കിലോ, കാശിത്തുമ്പ എന്നൊക്കെ പറയുന്ന സാധനം, അതൊരു വർഷം മുഴുവൻ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിട്ട് നിൽക്കുമോ? ഇല്ല. There are some seasons to flower. Especially in the case of mango, you can easily understand. എല്ലാ കാലത്തും നമുക്ക് മാങ്ങ കിട്ടുന്നില്ല അല്ലേ? മാങ്ങയ്ക്കൊക്കെ ഒരു സീസൺ ഉണ്ട്, ചക്കയ്ക്കൊക്കെ ഒരു സീസൺ ഉണ്ട്. സോ ദേ ആർ സീസണൽ ഫ്രൂട്ട്സ്. അപ്പോൾ രണ്ട് ഫ്ലവറിങ് സീസണിന്റെ ഇടയിലുള്ള സമയത്തെ അതിന് വെജിറ്റേറ്റീവ് ഫേസ് എന്നാണോ പറയേണ്ടത്, ജുവനൈൽ ഫേസ് എന്നാണോ പറയേണ്ടത്? അല്ല, അത് സീസണൽ ഫ്ലവറിങ് നടക്കുന്നതാണ്. അപ്പോഴും അത് മെച്യൂർ ആണ്, പക്ഷെ there is a particular cycle is following. ആനിമൽസിലും അങ്ങനെയുണ്ട്. മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് അല്ലേ? നമുക്ക് അങ്ങോട്ട് എത്താം. ഒബ്സർവ് എ ഫ്യൂ ട്രീസ് ഇൻ യുവർ ഏരിയ. ഡു ദേ ഫ്ലവർ ഡ്യൂറിങ് ദ സെയിം മന്ത് ഇയർ ആഫ്റ്റർ ഇയർ? എല്ലാ വർഷവും ഒരേ മാസത്തിലാണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഈ പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നമ്മൾ സയൻസ് സ്റ്റുഡൻസിന് ഏറ്റവും അധികം വേണ്ടത് ഒബ്സർവേഷൻ ആണ്. ആവശ്യമുള്ളവർക്ക് ഒബ്സർവ് ചെയ്യണം കേട്ടോ, ഞാൻ എന്നും ക്ലാസ്സിൽ പറയുന്ന പോലെ. Okay, why do you think the availability of fruits like mango, apple, jackfruit, etc. is seasonal? എന്തുകൊണ്ടാണ് അത് സീസണൽ ആയി പോയതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? Are there some plants that flower throughout the year and some others that show seasonal flowering? Plants, the annual and biennial type, show clear-cut vegetative, reproductive and senescent phases. But in the perennial species, it is very difficult to clearly define these phases. എന്താ അവിടെ പറഞ്ഞത്? ആ സെന്റൻസ് ഒന്നുകൂടെ നോക്കൂ. പ്ലാന്റ്സ്, ദി ആനുവൽ ആൻഡ് ബൈനിയൽ ടൈപ്പ്. ആനുവൽ പ്ലാന്റ്സും ഉണ്ട്, ബൈനിയൽ പ്ലാന്റ്സും ഉണ്ട്. അതായത് ഒരു വർഷം 2 പ്രാവശ്യം ഫ്രൂട്ട്സ് കിട്ടുന്നതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കിട്ടുന്ന ടൈപ്പുകളും ഉണ്ട്. അതിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. A few plants exhibit unusual flowering phenomenon. Some of them, such as bamboo species, flower only once in their lifetime, generally after 50 to 100 years, produce large number of fruits and die. ജീവിതത്തിൽ ആ ലൈഫ് സൈക്കിളിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും നടക്കുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ബാംബു. ഈ മുളയരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ വല്ല ഹില്ലി പ്ലേസിൽ, ഇപ്പോൾ ഒരു ഹൈ റേഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, വല്ല സൈലന്റ് വാലിയോ നെല്ലിയാമ്പതിയോ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാണാം അങ്ങനെ മുളയരി പായസം. നമ്മുടെ അതിരപ്പള്ളി ഭാഗത്തൊക്കെ കാണാം. പിന്നെ മുള പൂത്ത് നിൽക്കുന്നതും ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ വൺസ് ഇൻ ദയർ ലൈഫ് സൈക്കിൾ, അതോടുകൂടി അതിന്റെ ലൈഫ് സൈക്കിൾ അവസാനിക്കും. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുക. അതിന്റെ ബൊട്ടാണിക്കൽ നെയിമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്നത്. അനദർ പ്ലാന്റ്, സ്ട്രോബിലാന്തസ് കുന്തിയാന നീലക്കുറിഞ്ഞി, ഫ്ലവേഴ്സ് once in 12 years. As many of you would be knowing that this plant flowered during September-October 2006. അതിനുശേഷം പൂത്തോട്ടോ. ഈ ബുക്ക് പ്രിന്റ് ചെയ്തതിന് ശേഷം, പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് 2006 ആണെങ്കിലും അവിടുന്ന് ഒരു 12 വർഷം, അതായത് 2018 അത് പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 12 വർഷം കഴിയുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുക എന്ന് തെറ്റിദ്ധരിക്കരുത്. 12 വർഷം കഴിയുമ്പോൾ തന്നെയാണ് പൂക്കുന്നത്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കുറേ നീലക്കുറിഞ്ഞി പ്ലാന്റ്സ് ഒരു ബാച്ചായിട്ട് ഒരുമിച്ച് പൂക്കുന്നത് 12 വർഷം കൂടുമ്പോൾ. ഇപ്പോൾ 2018 ചില പ്ലാന്റ്സ് ഇപ്പോൾ അവിടെ വീണ് പൂക്കുന്നുണ്ടാവും. അത് 1-2 ഒക്ടോബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടങ്ങളിലൊക്കെ പൂക്കുന്നത് ഉണ്ട്. പക്ഷെ ഒരു ബാച്ചായിട്ട് പൂക്കുമ്പോൾ ആ ഒരു മലനിരകൾ മുഴുവനും നല്ല നീല കളറിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത 12 വർഷം ആവണ സമയത്ത് പോയി കാണാൻ ശ്രമിക്കുക. Its mass flowering transformed large tracts of hilly areas in Kerala, Karnataka and Tamil Nadu into blue stretches and attracted a large number of tourists. In animals, the juvenile phase is followed by morphological and physiological changes prior to active reproductive behavior. The reproductive phase is also of variable duration in different organisms. Clear ആയല്ലോ? ആനിമൽസിലും ഇതുപോലെ
ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫിസിയോളജി കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. Can you list the changes seen in human beings that are indicative of reproductive maturity? മനുഷ്യരിൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെയാണ് കാണുക എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് അത്യാവശ്യം മെച്ചുറായിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മൾ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ അറിയുകയും ചെയ്യാം അല്ലേ. എന്നാലും അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. Among animals, for example birds, do they lay eggs all through the year? എല്ലാ വർഷത്തിൽ 365 ദിവസവും പക്ഷികൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുമോ? വീട്ടിൽ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക കോഴി മുട്ടയിടാത്ത സമയത്തിന് കോഴി പൊരുന്നി കിടക്കുക എന്നാണ്. ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കും. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു കാലം? അതല്ലെങ്കിൽ കൊല്ലത്തിൽ 365 ദിവസം മുട്ട കിട്ടുമെന്നുള്ളത് ആലോചിച്ചാൽ മതി. Or is it seasonal phenomenon? What about other animals like frogs and lizards? എങ്ങനെയാണ് ഈ പല്ലിയും റെപ്റ്റൈൽസ് പിന്നെ അതുപോലെ തന്നെ ഫ്രോഗ്സ്, ആംഫിബിയൻസ് ഇതിൻ്റെ ഒക്കെ കാര്യം എങ്ങനെയാണെന്ന് അറിയുമോ എന്നുള്ളതാണ് ചോദ്യം. You will notice that birds living in nature lay eggs only seasonally. സീസണൽ ആയിട്ടാണ് ബേർഡ്സ് മുട്ടയിടുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ദേശാടന പക്ഷികൾ ഓരോ സീസണിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. മുട്ടയിടാൻ വേണ്ടി മാത്രമാണ് അവർ കൂട് കൂട്ടുന്നത് അല്ലേ. ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ചെറിയ ക്ലാസ്സിൽ വന്നത്. However, birds in captivity, as in poultry farms, can be made to lay eggs throughout the year. In this case, laying eggs is not related to reproduction, but is a commercial exploitation of human welfare. ഈ പോൾട്രി ഫാമിലൊക്കെ ഉള്ള കോഴികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ എന്ത് ചെയ്യുന്നുണ്ടാവും, മുട്ടയിടുന്നുണ്ടാവും. പക്ഷെ അതൊരു റീപ്രൊഡക്ഷൻ ആസ്പെക്ട് ആണെന്ന് വിചാരിക്കരുത്. കമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കുക. ഹ്യൂമൻ വെൽഫെയർ എന്നുള്ളതാണെന്ന്. The females of placental mammals exhibit cyclical changes in the activities of ovaries and accessory ducts as well as hormones during the reproductive phase. ആ പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ നോക്കുക. The females of placental mammals. എന്താണ് placental mammals? പ്രസവിക്കുന്ന ജീവികളിൽ അവരുടെ ഡെലിവറി കഴിയുമ്പോൾ ഒരു പ്ലാസന്റ ഉള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള മാമൽസിൽ എക്സിബിറ്റ് സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഓവറീസ് ആൻഡ് ആക്സസറി ഡക്സ്. ഓവറീസ് പിന്നെ അതുപോലെ അതിന് ആക്സസറി ഡക്സിലും ഒക്കെ ഒരു സൈക്ലിക്കൽ ചേഞ്ച്. ദർ ഈസ് എ സൈക്കിൾ, ഒരു മെൻസ്ട്രൽ സൈക്കിൾ, ഈസ്ട്രസ് സൈക്കിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ സംഭവം. As well as hormones during the reproductive phase. In non-primate mammals like cows, sheep, rats, deer, dogs, tiger, etc., such cyclical changes during reproduction are called estrous cycle. Whereas in primates, including human beings, monkeys, apes and humans, it is called menstrual cycle. Clear ആയല്ലോ? പ്രൈമേറ്റ്സിലാണെങ്കിൽ menstrual cycle എന്ന് പറയും. നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ അതിനെ പറയുന്നത് ഈസ്റ്റർ സൈക്കിൾ എന്നാണ്. അതിന് ഓരോ ആനിമൽസിൻ്റെയും കുറച്ച് എക്സാമ്പിൾസും കൂടെ ഓർത്ത് വെക്കുക. ആ സെൻറ്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. Many mammals, especially those living in natural wild conditions, exhibit such cycles only during favorable seasons in their reproductive phase and are therefore called seasonal breeders. Underline seasonal breeders. എന്താ seasonal breeders എന്ന് മനസ്സിലായോ? ഒന്നുകൂടെ നോക്കിക്കോളൂ. Many mammals, കുറേ മാമൽസിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി ദോസ് ലിവിങ് ഇൻ നാച്ചുറൽ വൈൽഡ് കണ്ടീഷൻ, നമ്മൾ വീട്ടിൽ വളർത്തുന്നതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. എക്സിബിറ്റ് സച്ച് സൈക്കിൾസ് ഓൺലി ഡ്യൂറിങ് ഫേവറബിൾ സീസൺസ്. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള സീസൺസിൽ മാത്രമാണ് ഇങ്ങനത്തെ സൈക്കിൾസ് അവർ കാണിക്കുന്നത് ഇൻ ദർ റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് ദെർഫോർ. അപ്പോൾ അതുകൊണ്ട് അതിനെ പറയുന്നതാണ് സീസണൽ ബ്രീഡേഴ്സ്. അണ്ടർലൈൻ ചെയ്തല്ലോ. Many other mammals are reproductively active throughout their reproductive phase and hence are called continuous breeders. ചിലത് ഇങ്ങനെ ത്രൂ ഔട്ട് എന്താ പറയുക റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളതായിരിക്കും. Many other mammals are reproductively active throughout their reproductive phase. അതിനെയാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുക. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. ക്ലിയർ ആയോ? അടുത്തേക്ക് പോകാലോ. ഇനി ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. അങ്ങനെ ഒരു ഗുണം ഉണ്ടല്ലോ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ദാറ്റ് വി ഓൾ ഗ്രോ ഓൾഡ് ഇഫ് വി ലിവ് ലോങ് ഇനഫ്. നമുക്ക് ആയുസൊക്കെ ദൈവം നീട്ടി തരുവാണെങ്കിൽ നമ്മൾ കുറേ വയസ്സാവണ വരെ ജീവിക്കുമ്പോൾ ഈസ് സംതിങ് ദാറ്റ് വി റെക്കഗ്നൈസ്. ബട്ട് വാട്ട് ഈസ് മെൻറ്റ് ബൈ ഗ്രോയിങ് ഓൾഡ്? The end of reproductive phase can be considered as one of the parameters of senescence or old age. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അവസാനിക്കുന്നു എന്ന് പറയുന്നത് വയസ്സാകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. There are concomitant changes in the body like
slowing of metabolism, etc. during this last phase of lifespan, old age ultimately leads to death. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ എടുത്തു നോക്കിയാൽ റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി കിട്ടുന്നത് വരെ ഒരു ഫേസ്, ജുവനൈൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ്, പിന്നെ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസ്. ആ റീപ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ആ കപ്പാസിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫേസ് സെനസൻസ്, ആൻഡ് ദെൻ ലീഡ്സ് ടു ഡെത്ത്. ഓക്കെ. In both plants and animals, hormones are responsible for the transition between the three phases. Interaction between hormones and certain environmental factors regulate the reproductive processes and the associated behavioral expressions of organisms. ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് നടക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ സംഭവങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ഇപ്പോൾ കടക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ പറയാം. ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ നിർത്താം. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരുപാട് നീണ്ടു പോയതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ടോപ്പിക് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. Events in sexual reproduction. After attainment of maturity, all sexually reproducing organisms exhibit events and processes that have remarkable fundamental similarity, even though the structures associated with sexual reproduction are indeed very different. The events of sexual reproduction, through elaborate and complex, follow a regular sequence. Sexual reproduction is characterized by the fusion of the fusion of the male and female gametes, the formation of zygote and embryogenesis. Male and female gamete fuses together to form zygote. That zygote is transformed into an embryo. That is embryogenesis. ഞാൻ പണ്ടേ പറഞ്ഞ പോലെ genesis എന്നുള്ളത് പെട്ടെന്ന് കേൾക്കുമ്പോൾ formation നോക്കുക. Embryogenesis, formation of embryo. Okay. Gametogenesis, formation of gametes. Clear? For convenience, these sequential events, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു എലാബറേറ്റ് പ്രോസസ് ആണ്. അപ്പോൾ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഹെഡിങ്സിൽ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഹെഡിങ്സ് എന്ന് പറയാം. These sequential events may be grouped into 3 distinct stages. First one is pre-fertilization. Fertilization മുമ്പുള്ള കുറച്ച് ഇവൻറ്റ്സ്, അതായത് ഗാമറ്റ് ഫോം ചെയ്യുക എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് അതിനകത്ത് വരുന്നത്. ദെൻ ഫെർട്ടിലൈസേഷൻ, രണ്ടെണ്ണം കൂടി ഫ്യൂസ് ചെയ്യുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ദ തേർഡ് വൺ ഇസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ആദ്യം മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള സംഭവമാണ് പ്രീ ഫെർട്ടിലൈസേഷനിൽ വരുന്നത്. ദെൻ ഫെർട്ടിലൈസേഷൻ, അത് ഫ്യൂസ് ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സ്. ഇനി ആ ഫ്യൂസ് ചെയ്ത സാധനം അതിൻ്റെ എംബ്രിയോ ഓർഗാനിസം ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതാണ് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. സോ ദർ ആർ 3 stages in sexual reproduction. First one is pre-fertilization, second one is fertilization, and the last one is post-fertilization events. So next topic is pre-fertilization events that will be discussed in the next video. Okay. Until then, it's signing off. Your Serena teacher. Take care. Bye bye.